എടാ ഇത് ലോകാൻ കുറച്ച് സമയം എടുക്കും. എവിടെ വെക്കട്ടെ? എടാ ഒന്നും അറിയാൻ പറ്റില്ല, എനിക്ക് ഇപ്പം കാണാം, ഇപ്പം തന്നെ കാണാം, ഇപ്പം തന്നെ കണ്ടേ പറ്റൂ. എടാ അങ്ങനെ പറഞ്ഞാൽ ഒന്നും കാര്യമൊന്നുമില്ല, ഇത് മനുഷ്യനൊന്നും അല്ല, ഇത് മൊബൈലാണ്. കുറച്ച് സമയം എടുക്കും, കുറച്ച് അവകാശം കൊടുക്കുന്നേ, സമയം വേണം, കുറച്ച് സമയം കൊടുക്കാം അതിന്. എടാ ഒന്നും അറിയാൻ പറ്റില്ല, എനിക്ക് ഇപ്പം വേണം, ഇപ്പം തന്നെ വേണം, ഇപ്പം തന്നെ കാണണം. എടാ ഇത് എന്താണിത്? മൊബൈലിൽ കുറച്ച് സമയം എടുക്കും, കുറച്ച് അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കും, വെയിറ്റ് ചെയ്യും. ഇവിടെ 1 വർഷമോ 2 വർഷമോ 1 വർഷം കൂടി 3 വർഷം 14 വർഷം ഇത് കാത്തിക്കണോ? എടാ അങ്ങനെയല്ല, ജസ്റ്റ് വിവരം ഏതൊന്നും പറയല്ലേ. എടാ കുറച്ച് നേരം മതി, 2 മിനിറ്റൊക്കെ മതി, തന്നെ തീരും ഇത്. എന്തിങ്ങനെ ഒന്ന് മനസ്സിലാക്കുക ജസ്റ്റ്, ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളെന്തെങ്ങനെ കുറച്ച് നേരം അല്ലെങ്കിൽ കൂടുതൽ നേരം അത്രേ ഉള്ളൂ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ തീരും. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? എടാ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഞാൻ പേഷ്യൻസ് ആ ഒരു പട്ടിയാണെന്ന് ഞാൻ സമ്മതിച്ച്. എനിക്കിപ്പം തന്നെ സമ്മതിച്ചു പട്ടി. കുറേ നാളായി സമ്മതിക്കണം. എടാ അതൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് കുറച്ച് സമയം എടുക്കും, അവകാശം എടുക്കും. നീ ഒന്ന് വെയിറ്റ് ചെയ്ത്, നീ പേഷ്യൻസ് ആ പട്ടി എന്താ വെച്ചാവ്. പ്ലീസ് കുറച്ചേരത്തേക്ക് ഒന്ന് ഞാൻ പോവാണ്. ഇല്ല പിന്നെ എടാ അവൻ്റെ പിറകെ പോണ്ട. അന്തരം ഒരു അർത്ഥം വെച്ചൊക്കെ നീ പറയുന്നത്. എടാ അത് നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. കഴിഞ്ഞ ദിവസം ഇവൻ ഗേൾഫ്രണ്ട് എടുത്ത് യെസ് ഓർ നോ ബ്രേക്കപ്പായി പോയതാ എന്നൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ. പക്ഷെ അവളൊന്നും റിപ്ലൈ അയച്ചിട്ട് അവന് ദേഷ്യം കിട്ട് കളഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ശങ്കരമാമ വന്നിട്ട് ഇവനോട് പറഞ്ഞേ, ഹേയ് ചോട്ടാ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതും കേട്ട് ഇവനെടുത്ത് കിണറ്റിലെടുത്തിട്ടതാ. അത് സമയം അവൻ ഓട്ടം ഉണ്ട് മോനെ, ചീറ്റയ്ക്ക് പോലും ഓടി തീർക്കാൻ പറ്റത്തില്ല, അത്രയും വലിയ ഓട്ടമായിരുന്നു അവൻ. എൻ്റെ അമ്മോ, കണ്ണെല്ലാം കണ്ട അവൻ ഉറപ്പായിട്ട് നമുക്ക് എന്തെങ്കിലും പണി തരും. നമ്മൾ അറിയാലോ, അവൻ പേഷ്യൻസായ ഒരു സൈക്കോവും കൂടിയാണ്. അത് നീ ഓർത്തോ. അവൻ പോണേ നല്ലത്. നീ പറഞ്ഞത് സമാധാനമായി. പേഷ്യൻസ് അത് സൈക്കോ എവിടെയെങ്കിലും കിടപ്പുണ്ടോ അവനല്ലേ? അച്ഛേ